ആരാധനകൾക്ക് പുകഴ്ചകൾക്ക് അർഹനാകുന്ന ദൈവത്തെ സ്തുതിക്കുന്ന ആരാധിക്കുന്ന വളരെ മനോഹരമായ ഒരു ആരാധന ഗാനത്തോടെ നമ്മുടെ ഈ ഗാനശുശ്രൂഷ നമുക്ക് ആരംഭിക്കാം. ദേവാദി ദേവൻ നീ, രാജാദി രാജൻ, ദൂതന്മാർ രാപ്പകൽ വാഴ്ത്തിടുന്നോൻ, മണ്ണിലും വിണ്ണിലും ആരാധ്യനാം നീ, ഉന്നത നന്ദനൻ നീ യോഗ്യനാം. നമ്മുടെ കർത്താവ് ആരാധനകൾക്ക് യോഗ്യനാണ്, പുകഴ്ചകൾക്ക് യോഗ്യനാണ്. ആ ദൈവത്തെ സ്തുതിച്ച് മഹത്വപ്പെടുത്തി നമുക്ക് ഒരുമിച്ച് നമ്മുടെ കർത്താവിനെ ഒരുമിച്ച് ഉയർത്താം. ഹല്ലേലൂയ. ദൈവത്തിൻ കുഞ്ഞാടെ നീ യോഗ്യനാ. സ്തോത്രം സ്തുതി ബഹുമാനങ്ങളെല്ലാം സ്വീകരിപ്പാനെന്നും നീ യോഗ്യനാ. Studi
എല്ലാ കരങ്ങളും ഉയർത്തി നന്ദിയോടെ യോഗ്യൻ, നീ എന്നും യോഗ്യൻ, ദൈവത്തിൻ കുഞ്ഞാടെ നീ യോഗ്യനാ. സ്തോത്രം സ്തുതി ബഹുമാനങ്ങളെല്ലാം സ്വീകരിപ്പാനെന്നും നീ എന്നും യോഗ്യൻ യേശുവേ. നീ എന്നും യോഗ്യൻ, നീ എന്നും യോഗ്യൻ, ദൈവത്തിൻ കുഞ്ഞാടെ നീ യോഗ്യനാ. സ്തോത്രം സ്തുതി ബഹുമാനങ്ങളെല്ലാം സ്വീകരിപ്പാനെന്നും നീ യോഗ്യനാ. പാഠപുസ്തകത്തിലെ 57-ാമത്തെ ഗാനമാണ് നമ്മൾ പാടുന്നത്. നമ്മുടെ ദൈവം വലിയ ദൈവമാണ്. അത് അംഗീകരിക്കുന്നവർ കരങ്ങളൊന്ന് ഉയർത്തി കർത്താവിന് ഹല്ലേലൂയ പറയാമോ? ഹല്ലേലൂയ. നമ്മുടെ ദൈവം വലിയ ദൈവമാണ്. അവൻ്റെ മഹത്വം എത്രയോ വലുതാണ്. അതുകൊണ്ട് ഭക്തൻ പറയുകയാണ്, നമ്മൾ മൗനമായിരിക്കാതെ കർത്താവിന് വേണ്ടി പാട്ട് പാടണം. എന്ത് പാട്ട് പാടണം? എങ്ങനെയുള്ള പാട്ട് പാടണം? ദൈവത്തിന് വേണ്ടി പുതിയ ഗാനം പാടണം. കാരണം നമ്മുടെ ദൈവം വലിയ ദൈവമാകുന്നതുകൊണ്ട് അവൻ ഇന്നും നമുക്ക് വേണ്ടി അത്ഭുതങ്ങൾ ചെയ്യുന്ന ദൈവമാണ്. വിശ്വസിക്കുന്നവർ ആ കരങ്ങളൊന്ന് ഉയർത്തി അല്പസമയം കർത്താവിന് നന്ദി പറഞ്ഞിട്ട് പറ, ഇന്ന് രാത്രിയിൽ എൻ്റെ യേശു എനിക്ക് വേണ്ടി അത്ഭുതങ്ങൾ ചെയ്യും. ഹല്ലേലൂയ. വളരെ അനുഗ്രഹിക്കപ്പെട്ട ഗാനം. കരങ്ങളൊക്കെ ചേർത്തടിച്ച് ഒരുമിച്ച് പഴയ ഗാനം നമുക്ക് ഒരുമിച്ച് ചേർത്ത് പാടി നമ്മുടെ കർത്താവിനെ ഒരുമിച്ച് ആരാധിക്കാം. ഹല്ലേലൂയ. എല്ലാ കരങ്ങളും ചേർത്തടിച്ച് കർത്താവിന് നന്ദി പറഞ്ഞ് ഹല്ലേലൂയ.
പോൽ വലിയ ദൈവം ഉലക ചരിത്രത്തിൽ ആരുമേയില്ല. ഒരു കണ്ണിനും ദയ തോന്നാതെ പാപത്തിൻ്റെ പച്ചവെള്ളത്തിൽ ആണ്ട് തകർന്നിരുന്ന നമ്മളെ, ആടിയിൽ ആണ്ടുപോയ നമ്മളെ സ്നേഹത്തിൻ്റെ ത്യാഗത്തിൻ്റെ കരം നീട്ടി സ്നേഹസമ്പൂർണനായ ദൈവം നമ്മളെ വീണ്ടെടുത്തു. അവനാണ് നമ്മുടെ സങ്കേതം, അവനാണ് നമ്മുടെ ഉറപ്പുള്ള പാറ. അത് അനുഭവിച്ചിട്ടുള്ളവർ ആ കരങ്ങളൊന്ന് ഉയർത്തി അല്പസമയം കർത്താവിന് ഹല്ലേലൂയ യേശുവേ അങ്ങയുടെ സ്നേഹത്തിന് നന്ദി പറയുന്നു എന്ന് പറയുന്നുള്ളവർ, ആമേൻ, ചേർന്ന് കർത്താവിനെ സ്തുതിക്കാൻ താല്പര്യമുള്ളവർ കരങ്ങളൊന്ന് ഉയർത്തി, എല്ലാ കരങ്ങളൊന്ന് ഉയർത്തി കർത്താവിന് ഹല്ലേലൂയ പറയാം. ഹല്ലേലൂയ. പുരാതനനായ ദൈവം നിന്റെ സങ്കേതം, കീഴെ ശാശ്വത ഭുജങ്ങളുണ്ട്. ദൈവം നമ്മളെ പരിപാലിക്കുന്ന ദൈവമാണ്. അതുകൊണ്ട് ഭക്തൻ പറയാണ്, അങ്ങൻ്റെ പാറയാണ്, അങ്ങൻ്റെ ബലമാണ്, അങ്ങൻ്റെ മഹത്വമാണ്. എൻ്റെ ബലഹീന സമയങ്ങളിൽ കൃപ തന്ന് എന്നെ ബലപ്പെടുത്തുന്നത് അങ്ങാണ്. അതുകൊണ്ട് എൻ്റെ ഹൃദയം നിറഞ്ഞ് ഞാൻ അങ്ങേ ആരാധിക്കുന്നു, മനസ്സ് നിറഞ്ഞ് ഞാൻ അങ്ങേ ആരാധിക്കുന്നു. ചേർന്ന് പാടി, എൻ്റെ പാറയാകും യേശുനാഥ, എന്നെ കാക്കും ദൈവം നീ എന്നുള്ള ഗാനം കരങ്ങളെ അടിച്ച് ചേർന്ന് പാടി എല്ലാവരും കർത്താവിനെ ഒരുമിച്ച് ആരാധിക്കണം കേട്ടോ. ഇങ്ങനെ ഒരു ഭാഗ്യപദവി നമുക്ക് കർത്താവ് ഒരുക്കി തന്നല്ലോ. ആ കരങ്ങളെ ചേർത്തടിച്ച് ശക്തിയോടെ പാടി നമ്മുടെ കർത്താവിനെ ഒരുമിച്ച് മഹത്വപ്പെടുത്താം. ഹല്ലേലൂയ, ഹല്ലേലൂയ. എല്ലാ കരങ്ങളും ചേർത്തടിച്ച് ഹല്ലേലൂയ യേശുവേ അങ്ങേ ഞങ്ങൾ ഒരുമിച്ച് ആരാധിക്കുന്നു. ആരാധനയ്ക്ക് യോഗ്യനേ, പുകഴ്ചകൾക്ക് യോഗ്യനേ, സകല മഹത്വത്തിനും യോഗ്യനേ. ഞങ്ങൾ അങ്ങേ ആരാധിക്കുന്നു. എല്ലാ കരങ്ങളും അടിച്ച് Everybody get
75-ാമത്തെ ഗാനമാണ് ആലപിക്കാൻ പോകുന്നത്. ആരാധന ഗാനങ്ങളെല്ലാം അനുഗ്രഹമായ നിലയിൽ ചിട്ടപ്പെടുത്തിയ ഒരു പാട്ടുപുസ്തകമാണ് നമ്മുടെ ഈ ജനറൽ കൺവെൻഷനിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. എല്ലാവരും അതിൻ്റെ ഒരു കോപ്പി വാങ്ങിക്കണമെന്ന് വിശേഷാൽ ഞാൻ നിങ്ങളെ എല്ലാവരെയും അതിനു വേണ്ടി തയ്യാറാക്കുന്നു. കരങ്ങളെ അടിച്ച് സന്തോഷത്തോടെ പാടി ഹല്ലേലൂയ സ്തുതി പാടിടും ഞാൻ, വൻ കൃപയെ എന്നും ഓർത്തിടും ഞാൻ, പരിശുദ്ധനെ കരുണാനിധിയെ സ്തുതികൾക്കെല്ലാം യോഗ്യനായവനെ. ആ ഗാനം കരങ്ങളെ അടിച്ച് സന്തോഷത്തോടെ പാടി നമ്മുടെ കർത്താവിനെ ഒരുമിച്ച് മഹത്വപ്പെടുത്താം. ഹല്ലേലൂയ.